മസോക്കി അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്കുള്ള ജൂനിയർ അക്കൗണ്ടൻറ്റ്, അക്കൗണ്ട്സ് ക്ലർക്ക്, അസിസ്റ്റൻറ്റ് മാനേജർ തുടങ്ങിയ പോസ്റ്റിലേക്ക് മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രീവിയസ് ഡിസ്കഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിച്ച് വൺ ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഡിമാൻഡ്? ഡിമാൻഡിൻ്റെ ടൈപ്പ് അല്ലാതെ വരുന്നത് ഏതാണെന്ന്. നമ്മുടെ ഏത് ഭാഗത്തു നിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യനാണ്? എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യനാണ്. അതിൽ ഡിമാൻഡിൻ്റെ ടൈപ്സ് അല്ലാതെ വരുന്നത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താ ഡിമാൻഡ് എന്നറിയാലോ? എബിലിറ്റി ടു ബൈ ദ പ്രോഡക്റ്റ് വാങ്ങാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. ദെൻ വില്ലിങ്നെസ് ടു ബൈ ദ പ്രോഡക്റ്റ്, അതുപോലെ എബിലിറ്റി ടു പേ ദ പ്രൈസ് ഫോർ ദ പ്രോഡക്ട്സ്. ഇതിനെ എല്ലാം കൂടെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിമാൻഡിന് ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇതിൽ ടൈപ്സ് ഓഫ് ഡിമാൻഡ് അല്ലാതെ വരുന്നത് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രൈസ് ഡിമാൻഡ്. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് ഡിറൈവ്ഡ് ഡിമാൻഡ്. ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് സപ്ലൈ ഡിമാൻഡ്. ആൻഡ് ഓപ്ഷൻ ഡി എന്താണ്? ജോയിന്റ് ഡിമാൻഡ്. ഇപ്പം നമുക്ക് ആ ഒരു ഇത് നോക്കാം. എന്താണ് ഈ ടൈപ്സ് ഓഫ് ഡിമാൻഡിന്റെ സബ് ഡിവിഷൻ നോക്കിയേ. ടൈപ്സ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻകം ഡിമാൻഡ് വരുന്നു, പ്രൈസ് ഡിമാൻഡ്, ക്രോസ് ഡിമാൻഡ്, ഡയറക്റ്റ് ഡിമാൻഡ് ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഡിറൈവ്ഡ് ഡിമാൻഡ് ആൻഡ് ജോയിന്റ് ഡിമാൻഡ്. ഇത് ഇത്രയുമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഡിമാൻഡ്. എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ഡിമാൻഡ്? പ്രൈസ് ഡിമാൻഡ്, ഇൻകം ഡിമാൻഡ്, ക്രോസ് ഡിമാൻഡ്, ഡയറക്റ്റ് ഡിമാൻഡ്, ഡിറൈവ്ഡ് ഡിമാൻഡ് ആൻഡ് ജോയിന്റ് ഡിമാൻഡ്. ഈ 6 ടൈപ്സ് ആണ് ഇതിന് വരുന്നത്, ഡിമാൻഡിന് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഡിമാൻഡ് അല്ലാതെ വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. പ്രൈസ് ഡിമാൻഡ് നമുക്ക് വരുന്നതാണ്, ഡിറൈവ്ഡ് ഡിമാൻഡ് വരുന്നതാണ്, ജോയിന്റ് ഡിമാൻഡ് വരുന്നതാണ്. നമ്മൾ പഠിച്ചതിനകത്ത് എന്തില്ല? സപ്ലൈ ഡിമാൻഡ് എന്നൊരു ഡിമാൻഡിന്റെ കോൺസെപ്റ്റേ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പം ടൈപ്സ് ഓഫ് ഡിമാൻഡിൽ വരാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഏത്? സപ്ലൈ ഡിമാൻഡ്. ഏതാണ് വരുന്ന കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി, സപ്ലൈ ഡിമാൻഡ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ അസേർഷൻ, റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വരുന്നുണ്ട്. നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് 1 കൊടുത്തിരിക്കുന്നത് കൊമേഴ്ഷ്യൽ പേപ്പറും സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് CDയും ആർ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതായത് നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റും ആണ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സും ഉണ്ട്. അതിലെ ഏതാണ്? CP കൊമേഴ്ഷ്യൽ പേപ്പറും CD സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റും മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് എന്നാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റ് ആണ്. ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റ് ആണ് മണി മാർക്കറ്റ് എന്നാണ് നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത് മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വേർ ലോങ് ടൈം ഇൻസ്ട്രുമെന്റ്സ് ആർ ട്രേഡഡ്. ലോങ് ടൈം ഇൻസ്ട്രുമെന്റ്സ് ട്രേഡ് ചെയ്യുന്നതാണ് മണി മാർക്കറ്റ് എന്നാണ് നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത്. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, രണ്ടാമത്തതും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണെന്ന്. ഓപ്ഷൻ ബി തന്നേക്കുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, 2ഉം 1ഉം ഇൻകറക്റ്റ് ആണെന്നാണ് തന്നേക്കുന്നത്. സി തന്നേക്കുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഇൻകറക്റ്റ് ആണെന്ന് തന്നേക്കുന്നു. ഡി തന്നേക്കുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണെന്നാണ് തന്നേക്കുന്നത്. അപ്പൊ ഇതിനകത്തെ കറക്റ്റ് ആൻസേഴ്സ് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് മണി മാർക്കറ്റ് എന്ന് അറിയണം. അതായത് ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ, അതാണ് മണി മാർക്കറ്റ് എന്താണെന്ന് അറിയണം. ദെൻ മണി മാർക്കറ്റിനകത്ത് വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ആ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പൊ നമുക്ക് നോക്കാം. എന്താണ് ഈ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ? ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ 2 സബ് ഡിവിഷൻ ആണ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സും ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സും വരുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിനകത്തെ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഡീൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മണി മാർക്കറ്റ് എന്ന് പറയും. മണി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വെയർ ഹാൻഡിലിംഗ് ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റ്സ് മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് എന്ന് പറയുന്നത് മണി മാർക്കറ്റ് എന്ന് പറയും.
അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ലിക്വിഡിറ്റി ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും അവർ ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 1 ഇയർ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഏതിനകത്ത്, ഈ മണി മാർക്കറ്റിനകത്ത് ഇൻസ്ട്രുമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഷോർട്ട് ടൈം ബോറോയിങ്സിനും ലെൻഡിങ്ങിനും, അതുപോലെ പ്രൈമർലി ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോർപ്പറേഷൻസ്, ഗവൺമെന്റ് ടു മാനേജ് ലിക്വിഡിറ്റി നീഡ്സിനൊക്കെ വേണ്ടിയാണ് ഏത് ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഏത് മാർക്കറ്റ് യൂസ് ചെയ്യുന്നത്? മണി മാർക്കറ്റ് യൂസ് ചെയ്യുന്നത്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഡീൽ ചെയ്യുന്നത്? ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റ്സ് ആണ്. ലിക്വിഡിറ്റി കൂടുതലായിരിക്കും, മെച്യൂരിറ്റി വാല്യൂ ലെസ് ദാൻ 1 ഇയറിൽ വരുന്ന ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റ്സ് ഡീൽ ചെയ്യുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് ഇതെന്ന് പറയുന്നത് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി ആ മണി മാർക്കറ്റിനകത്ത് വരുന്ന ഇൻസ്ട്രുമെന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കണം. ഏതൊക്കെയാണ്? ഒന്ന്, ട്രഷറി ബില്ല്, ടി ബില്ല് നമ്മൾ ഷോർട്ടായിട്ട് പറയും. ഇപ്പൊ ഇതിന്റെ ഇത് പറഞ്ഞല്ലോ, ഇതൊക്കെ മെച്ചൂർ ആവുന്നത് ലെസ് ദാൻ 1 ഇയർ ആവുമ്പോൾ ഇതിന്റെ കാലാവധിയും അത്രയും 90 ഡേയ്സ് 182 ഡേയ്സ് ഒക്കെ ഒരു കാലാവധിയിൽ വരുന്ന ഇൻസ്ട്രുമെന്റ്സുകൾ ആയിരിക്കും ഏതിൽ വരുന്ന ഈ മണി മാർക്കറ്റിനകത്ത് വരുന്നത്. അപ്പം ഒന്നാമത്തെ ടൈപ്സ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ട്രഷറി ബില്ല്, ടി ബില്ല് എന്ന് പറയും. രണ്ടാമത്തെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ് എന്തെന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ പേപ്പർ, CP കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയും. അടുത്ത മൂന്നാമത്തെ ആണ് എന്തെന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയും, CD എന്ന് പറയും. ദെൻ അടുത്തതാണ് എന്തെന്ന് കോൾ ആൻഡ് നോട്ടീസ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. ദെൻ ഇന്റർ ബാങ്ക് ടേം മാർക്കറ്റ്, റിപ്പോ അതായത് റീപർച്ചേസ് എഗ്രിമെന്റ്, ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. ഏതൊക്കെയാണ്? ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കോൾ ആൻഡ് നോട്ടീസ് മണി മാർക്കറ്റ്, ദെൻ ഇന്റർ ബാങ്ക് ടേം ഡെപ്പോസിറ്റ്, റിപ്പോ എഗ്രിമെന്റ് മീൻസ് എന്താണ്? റീപർച്ചേസ് എഗ്രിമെന്റ് എന്നാണ് പറയുന്നത്, ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ്. ഇതൊക്കെയാണ് ഏതെന്ന് പറയുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കൊമേഴ്ഷ്യൽ പേപ്പറും സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റും മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പോൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് നമ്മളിപ്പോൾ പഠിച്ചുള്ളൂ. ഏതൊക്കെയാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്? ട്രഷറി ബില്ലുണ്ട്, ക്വസ്റ്റ്യൻ അത് ട്രഷറി ബില്ല് പറയുന്നില്ല. പിന്നെ എന്തുണ്ട്? കൊമേഴ്ഷ്യൽ പേപ്പർ, CP കൊമേഴ്ഷ്യൽ പേപ്പർ ഉണ്ടല്ലോ. പിന്നെ അത് CD സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഈ കൊമേഴ്ഷ്യൽ പേപ്പറും സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റും ഏതിനകത്ത് വരുന്നതാണ്? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാൻ വല്ലതും ഉണ്ടോ നോക്കിയാൽ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എന്നൊരു ഓപ്ഷൻ തന്നിട്ടുണ്ടോ നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എന്ന് പറയുന്നുണ്ട്. ബാക്കി നമ്മൾ ഈ നോക്കണം, നമ്മൾ ആദ്യത്തെ വെച്ച് എന്തെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പൊ അതവിടെ നിൽക്കട്ടെ. അടുത്ത B പറഞ്ഞിരിക്കുന്നത് എന്താണ്? തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റും സെക്കൻഡും ഫസ്റ്റും ഇൻകറക്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മൾ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്, ഒരിക്കലും അത് എന്ത് വരത്തില്ല? ഇൻകറക്റ്റ് വരത്തില്ല. അപ്പൊ നമുക്ക് എന്ത് എലിമിനേറ്റ് ചെയ്യാം? ഓപ്ഷൻ B എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ സിക്കകത്ത് പറയുന്നുണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ്. നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഡിസ്കസ് ചെയ്തില്ല, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയോളൂ, അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം എന്താണ്? സിയും പെൻഡിങ് ഇട്ടേക്കാം. അടുത്ത D പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫസ്റ്റും തേർഡ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, പക്ഷെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തു, അതും കറക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതും പെൻഡിങ്ങിൽ ഇടാം. അപ്പൊ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന ഏതേ ഉള്ളൂ? ഓപ്ഷൻ B നമ്മൾ എലിമിനേറ്റ് ചെയ്തു. Aയും Cയും Dയും നമ്മുടെ കയ്യിലുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയി. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കി. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണല്ലോ. ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്തെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ഇൻസ്ട്രുമെന്റ് ആണ് ഡീൽ ചെയ്യുന്നത്? ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഹൈ ലിക്വിഡിറ്റിയും അതുപോലെ എന്താണ്? ലെസ് ദാൻ 1 ഇയറിൽ മെച്ചുവർ ആവുന്ന സെക്യൂരിറ്റീസും ഡീൽ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് ഏതെന്ന് പറയുന്നത് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റ്സ് മാത്രമേ ഡീൽ ചെയ്യത്തുള്ളൂ. ക്യാപിറ്റൽ മാർക്കറ്റ് ആകുമ്പോൾ അത് ലോങ് ടൈം മാറും. ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ടാണ് അത് ഏതിനകത്ത് വരുന്നത്? മണി മാർക്കറ്റിനകത്ത് വരുന്നത്. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും എന്ത് തന്നെയാണ്? കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ഇൻസ്ട്രുമെന്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞ എന്താണ്? മണി മാർക്കറ്റ് ഷോർട്ട് ടൈം ആവുമ്പോൾ ഒരിക്കലും മണി മാർക്കറ്റ് ഏതി വരത്തില്ല? ലോങ് ടൈമിൽ വരത്തില്ല, അത് ക്യാപിറ്റൽ മാർക്കറ്റിലോട്ടേ പോകത്തുള്ളൂ. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അപ്പൊ ഫസ്റ്റും സെക്കൻഡും ശരി, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. നമ്മൾ പെൻഡിങ്ങിൽ ഇട്ടേക്കുന്നത് Bയും Aയും Cയും Dയും ആണ്. A പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ സെക്കൻഡും തേർഡും ഇൻകറക്റ്റ് ആണ്. പക്ഷെ നമുക്ക് എന്താണ്? സെക്കൻഡ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം A നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു.
ഇനി നമ്മുടെ കയ്യിൽ സിയും ഡിയും ആണുള്ളത്. സിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് അല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ശരിയാ, തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്. എന്നാൽ നമുക്ക് ഡി നോക്കാം. ഡി പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, അത് കറക്റ്റ് ആണ്. തേർഡ് കറക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. തേർഡ് തെറ്റായിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഏത് എലിമിനേറ്റ് ചെയ്യണം? ഓപ്ഷൻ ഡി നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. കറക്റ്റ് ആൻസർ ഏതാണ്? സി ആണ് വരുന്നത്. അപ്പൊ എന്താ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ്. അവർ ഡീൽ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏത് നേച്ചറിൽ വരുന്ന ഇൻസ്ട്രുമെന്റ് ആണ്? ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റ് ആണ്. ഹൈ ലിക്വിഡിറ്റിയും ലെസ് ദാൻ 1 ഇയർ മെച്യൂർ ആയിട്ട് വരുന്ന ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റ്സ് ഡീൽ ചെയ്യുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് എന്ന് പറയുന്നത് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ മീൻസ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ടൈപ്സ് ഓഫ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സുകൾ ഏതൊക്കെയാണ്? ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കോൾ ആൻഡ് നോട്ടീസ് മണി മാർക്കറ്റ്, ഇന്റർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അതുപോലെ റീപർച്ചേസ് എഗ്രിമെന്റ്, ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ്, ഇതെല്ലാമാണ് ഇതിനകത്ത് വരുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് വരുന്നത്. അപ്പം ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി. ഫസ്റ്റും സെക്കൻഡും കറക്റ്റ്, തേർഡ് ഇൻകറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ വാല്യൂ എത്ര ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഈക്വൽ ടു 1, ഗ്രേറ്റർ ദാൻ 1, ഈക്വൽ ടു 0, ലെസ് ദാൻ 0. നമ്മുടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനകത്ത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി കുറച്ച് സബ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ആ ഏരിയാസിൽ നിന്ന് വന്നേക്കുന്നതാണ്. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റിക്കകത്ത് ഒന്നാമത്തെ സബ് ഡിവിഷൻ ആണ് ഇൻഫിനിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ക്വാണ്ടിറ്റി നമ്മുടെ പ്രൈസസിൽ അല്ലെങ്കിൽ എന്താണ് ഒരു ചെറിയ ചേഞ്ചസ് വന്നു. പക്ഷെ ആ ചെറിയ ചേഞ്ചസ് നമ്മുടെ പ്രൈസിൽ വന്നാൽ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ അൺലിമിറ്റഡ് ചേഞ്ചസ് ആയിരിക്കും വരും. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ചേഞ്ചസ് വന്നാൽ അതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇ പി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് എന്ന് പറയുന്നത് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ടാമത്തെയാണ് സീറോ ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. അവിടുത്തെ ഇ പി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു 0 എന്നാണ് പറയുന്നത്. ദെൻ അടുത്തതാണ് എന്താ? റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നുണ്ട്. ആ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ 1 എന്നാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അടുത്ത റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഇ പി എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 1 എന്നാണ് പറയുന്നത്. അടുത്ത യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇ പി ഈസ് ഈക്വൽ ടു 1 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇൻഫിനിറ്റ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അത് നമ്മൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയും. ഇ പി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. ഇൻഫിനിറ്റിന്റെ സിമ്പിൾ ആണ് കൊടുക്കുന്നത്. അടുത്ത സീറോ ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയും. അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇ പി ഈസ് ഈക്വൽ ടു 0 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്. അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇ പി ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1 എന്നാണ് പറയുന്നത്. അടുത്ത റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഉണ്ട്. ഇ പി എന്ന് പറയുന്നത് ലെസ് ദാൻ 1ഉം യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നതാണ് ഇ പി ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറയുന്നത് എന്താണ്? ഇ പി ഈസ് ഈക്വൽ ടു 1 ആണ് വരേണ്ടത്. അപ്പൊ ഏതാണ് വരുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഈക്വൽ ടു 1. ഇതെന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1. ഇ പി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത് ഇതാണ്. ഏതാണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് വരുന്നത്. അടുത്ത ഇ പി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. സീറോ ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് പറയുന്നത്. അടുത്ത ഇ പി എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 1 ആണ് വരുന്നത്. അപ്പൊ അതെന്താണ്? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്ററി ഇലാസ്റ്റിക് ആണ് ചോദിച്ചത്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്? ഇ പി ഈസ് ഈക്വൽ ടു 1 ആണ് വരുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഈക്വൽ ടു 1 എന്നാണ് വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് മെഷേഴ്സ് ദ പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ സെയിൽസ് ഫോർ എ ഗിവൻ പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ പ്രോഡക്ട്സ് പ്രൈസ് ഓൾ അതർ ഫാക്ടേഴ്സ് ഹെൽഡ് കോൺസ്റ്റന്റ്. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ബി ഡിമാൻഡ് എസ്റ്റിമേഷൻ, സി ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ഡി മാർക്ക് അപ്പ് പ്രൈസിങ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ സെയിൽസ് ഫോർ എ ഗിവൺ പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ്
അതർ ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ്, അതായത് പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡും അതുപോലെ തന്നെ പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ പ്രൈസും ബാക്കിയുള്ള ഫാക്ടേഴ്സുകളെല്ലാം കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട്, അതായത് ഡിമാൻഡ് ഡിറ്റർമിനൻസിനകത്ത് പ്രൈസ് ഒഴിച്ച് വരുന്ന ബാക്കി എല്ലാ ഫാക്ടേഴ്സും കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് ഇത് തമ്മിലുള്ള ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റെസ്പോൺസീവ്നെസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് അല്ലെങ്കിൽ റേഷ്യോസിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഏതാണ് വരുന്നത്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നത്. നോക്കിയേ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇക്വേഷൻ എങ്ങനെയാണ്? പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ പ്രൈസ്, അതായത് ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി. അതായത് നമ്മുടെ ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി തന്നെ മെഷർ ചെയ്യാൻ വേണ്ടി പല ടൈപ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പോയിന്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്, ആർക്ക് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മെത്തേഡ്സ് അനുസരിച്ചിട്ട് ഇക്വേഷനിൽ വ്യത്യാസം വരും. ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് ചോദിക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ പ്രൈസ്, അല്ലെങ്കിൽ റെസ്പോൺസീവ്നെസ് ഓഫ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ടു ചേഞ്ചസ് ഇൻ പ്രൈസ് അതർ ഡിമാൻഡ് ഡിറ്റർമിനൻസ് ഷുഡ് ബി കോൺസ്റ്റന്റ്. പ്രൈസ് ഒഴിച്ച് ബാക്കി വരുന്ന എല്ലാ ഡിമാൻഡ് ഡിറ്റർമിനൻസും കോൺസ്റ്റന്റ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നാണ് പറയുന്നത്. ഇനി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആണ് വരുന്നതെങ്കിൽ ഇക്വേഷനിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഡിമാൻഡ് ആയതുകൊണ്ട് ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൊടുത്തു, ഇവിടെ വരുമ്പോൾ എന്താവുന്നേ ഉള്ളൂ? ക്വാണ്ടിറ്റി സപ്ലൈഡ് ആവുന്നേ ഉള്ളൂ. നമ്മൾ പഠിക്കുന്ന ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ കോൺസെപ്റ്റ് ആണ് പഠിക്കുന്നത്. പറഞ്ഞപ്പോൾ സപ്ലൈ കൂടെ പറഞ്ഞതേ ഉള്ളൂ. പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ പ്രൈസ് അതർ ഫാക്ടേഴ്സ് ഷുഡ് ബി കോൺസ്റ്റന്റ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അതിന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് EP എന്ന് പറഞ്ഞിട്ടാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇക്വേഷൻ എന്തുമായിരിക്കും? നമ്മൾ പറഞ്ഞ പോലെ പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ചേഞ്ച് ഇൻ പ്രൈസ്. ഇൻകം ഇലാസ്റ്റിസിറ്റി ആകുമ്പോൾ എങ്ങനെ ആയിരിക്കും? ഈ I എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ ഇൻകം ആവും. ഇനി ക്രോസ് ഇലാസ്റ്റിസിറ്റി ആണ് EC എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെന്ററി ഗുഡ്സും. ഇനി അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി ആകുമ്പോൾ EA എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ അഡ്വർടൈസ്മെന്റ് എമൗണ്ട് സ്പെൻഡ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ. അങ്ങനെയാണ് ഏത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അഡ്വർടൈസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഇതിന്റെ മെഷർമെന്റ് മാറുന്നതിനനുസരിച്ചിട്ട് ഇക്വേഷനിനകത്തും വ്യത്യാസം വരും. അത് പോയിന്റ് മെത്തേഡ്, ആർക്ക് മെത്തേഡ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഇക്വേഷൻ. അപ്പം നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് പറയുന്ന ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് ഈ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഡിവൈഡഡ് ബൈ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഇൻറ്റു ഒറിജിനൽ പ്രൈസ്. അടുത്ത ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒറിജിനൽ ക്വാണ്ടിറ്റി. ഇതിങ്ങനെ ഒരു ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ വേറൊരു ഇക്വേഷൻസും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി പ്ലസ് P1 ഡിവൈഡഡ് ബൈ ക്യൂ പ്ലസ് Q1 എന്നുള്ള ഒരു ഇക്വേഷൻസ് കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നതാണ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ആണ്. ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഇൻ പ്രൈസ് ആണ്. ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പ്രൈസ് പ്ലസ് P1 എന്ന് പറയുന്ന ന്യൂ പ്രൈസ്. അടുത്ത ക്യൂ എന്ന് പറയുന്ന ഒറിജിനൽ ക്വാണ്ടിറ്റി, Q1 എന്ന് പറയുന്ന ന്യൂ ക്വാണ്ടിറ്റി. അത് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ അതിൻ്റെ നേച്ചർ അനുസരിച്ച് ഇതിനകത്ത് ഇക്വേഷൻസിൽ മാറ്റം വരും. ക്വസ്റ്റ്യനകത്ത് നമ്മുടെ ഒറിജിനൽ പ്രൈസും അതുപോലെ ന്യൂ പ്രൈസും അതുപോലെ ഒറിജിനൽ ക്വാണ്ടിറ്റീസും ന്യൂ ക്വാണ്ടിറ്റീസും തരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻസ് വേണം യൂസ് ചെയ്യാൻ. ഇനി ഒറിജിനൽ പ്രൈസ്, ഒറിജിനൽ ക്വാണ്ടിറ്റി, ന്യൂ പ്രൈസ്, ന്യൂ ക്വാണ്ടിറ്റി അങ്ങനെ ഒരു കോൺസെപ്റ്റ് തന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്ത് വേണം എന്ത് കണ്ടുപിടിക്കാൻ? പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ. നമ്മൾ പറഞ്ഞല്ലോ ആ ഒരു പ്രൈസിൽ ാണ് ഈ ഒരു ഇക്വേഷൻസ്. ഇനി ഇൻകം വരുവാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ. ഇൻകത്തിന് പകരം I എന്നോ Y എന്നോ നമുക്ക് യൂസ് ചെയ്യാം. അവിടെ ഈ ക്യൂ മാറി എന്താവുമെന്നുള്ളൂ, അല്ലെങ്കിൽ I Y എന്നാവും. അഡ്വർടൈസ്മെന്റ് വരുമ്പോൾ A എന്ന് വരും. അതുപോലെ ക്രോസ് ഇലാസ്റ്റിസിറ്റി ആണ് വരുന്നതെങ്കിൽ എന്താ രണ്ട്
പ്രോഡക്ട്സുകളാണ്. അപ്പോൾ x1 എന്നും അതുപോലെ y1 അങ്ങനെയുള്ള പേരിലായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇക്വേഷൻസ് എല്ലാം കോമൺ ആണ്. നമ്മുടെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് ആ ഒരു ലെറ്റേഴ്സിൽ നമ്മൾ മാറ്റം വരുമെന്നേ ഉള്ളൂ. കോമൺ ആയിട്ട് വരുന്ന ഇക്വേഷൻസ് ആണ് ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ഡിവൈഡഡ് ബൈ ക്യൂ. ഇനി രണ്ട് പ്രൈസുകൾ, ഒറിജിനലും ന്യൂ പ്രൈസും, ഒറിജിനലും ന്യൂ പ്രൈസും അതുപോലെ ഒറിജിനൽ ക്വാണ്ടിറ്റിയും ന്യൂ ക്വാണ്ടിറ്റീസും കൂടെ വരുമ്പോഴായിരിക്കും ഈ രണ്ടാമത്തെ ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ് വരുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടെക്നിക്സ് ഓഫ് TQM? TQMന്റെ ടെക്നിക്സ് അല്ലാതെ വരുന്നത് ഏതാണ്? നമ്മുടെ മാനേജ്മെന്റിനകത്തെ മോഡേൺ ടെക്നിക്സ് ഓഫ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിലെ TQM എന്ത്? TQMന്റെ ഫുൾ ഫോം ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ചിലപ്പോൾ എക്സാമിൽ അങ്ങനെ ചോദിക്കാം. ബട്ട് ഇറ്റ്സ് എ ഫുൾ ഫോം ഓഫ് TQM. അങ്ങനെ ചോദിച്ചിട്ടുമുണ്ട്. TQMന്റെ ഫുൾ ഫോം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. അതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നാണ് ഏതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാണ്ടിറ്റി എന്ന് ചിലപ്പോൾ ഓപ്ഷനിൽ തരും. ക്വാണ്ടിറ്റി അല്ല, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. അതാണ് എന്ത്? TQM എന്ന് പറയുന്നത്. ഈ TQMന്റെ ടെക്നിക്സ് അല്ലാത്തത് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻസ്. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ക്വാളിറ്റി മെഷർമെന്റ്, ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് സിക്സ് സിഗ്മ, ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് കൈസൻ, ജാപ്പനീസ് വേർഡ് ആണ്, ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് സീറോ ഡിഫക്റ്റ് പ്രോഗ്രാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് TQMന്റെ ടെക്നിക്സ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. TQMന്റെ ഫുൾ ഫോം എന്താണ്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഫോക്കസ്ഡ് ഓൺ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ്. ആ വാക്ക് ഓർത്തോണം. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോക്കസ്ഡ് ഓൺ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഓഫ് പ്രോസസ്സ്, പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ടു അച്ചീവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് സർവീസിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് നെവർ എൻഡിങ് ആയിട്ട് ഇംപ്രൂവ്മെന്റ് വരുത്തുന്ന ഒരു മോഡേൺ ടെക്നിക്സ് ഓഫ് മാനേജ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? TQM എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏരിയാസിൽ നിന്ന് നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു. ഒന്ന് TQMന്റെ ഫുൾ ഫോം ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഇനി എന്താണ് TQM എന്ന് ചോദിച്ചാൽ എന്താണ്? കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രോഡക്ട്സിലും പ്രോസസ്സിലും സർവീസിലും എല്ലാം കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് വരുത്തുന്ന ആ ഒരു ടെക്നിക്സ് ആണ് എന്തെന്ന് പറയുന്നത്? TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയും. ഇനി അത് ഓപ്ഷനിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് തന്നേക്കുന്നത് എന്താണ്? ക്വാളിറ്റി മെഷർമെന്റ് ആണ്. എന്തോ ഈ ക്വാളിറ്റി മെഷർമെന്റിനകത്തോട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ ക്രൂഷ്യൽ ആസ്പെക്ട്സ് ഓഫ് TQM. TQMന്റെ ഒരു എന്താണ്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു എന്താണ്? ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് എന്ന് പറയുന്നത് ഈ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ ടെക്നിക്സ് ഇറ്റ്സെൽഫ്. ടെക്നിക്സ് മാത്രമല്ല, ഇറ്റ്സ് എ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. But rather a fundamental components of overall quality products approach. ഒരു ഫണ്ടമെന്റൽ അപ്രോച്ചസ് ആണ്. എന്ത് മാത്രമല്ല, ഇറ്റ് ഇസ് നോട്ട് എ ടെക്നിക്സ് ഇറ്റ്സെൽഫ് എന്നാണ് ഏതിനെ പറയുന്നത്? ക്വാളിറ്റി മെഷർമെന്റിനെ പറയുന്നത്. ഇതിനടുത്ത് സിക്സ് സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? സിക്സ് സിഗ്മ എന്ന് പറഞ്ഞാൽ ഡിഫെക്ട്സ്, ഇറേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ ആ ഇറേഴ്സ് എത്രയും മിനിമൈസ് ചെയ്യാമോ അത് ഫോക്കസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിക്സ് സിഗ്മ എന്ന് പറയുന്നത്. ഇത് എന്താണ്? ഈ TQMന്റെ ഒരു ടൂളാണ്, ഒരു ടെക്നിക് ടൂളാണ് എന്ന് പറയുന്നത് ഈ സിക്സ് സിഗ്മ എന്ന് പറയുന്നത്. ഇനി കെയ്സൻ എന്ന് പറഞ്ഞ ഒരു ജാപ്പനീസ് വേർഡ് അല്ലെങ്കിൽ ജാപ്പനീസ് കോൺസെപ്റ്റ് ആണ്. ഇവിടെയും കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ് ഇവിടെയും അവർ ഉദ്ദേശിക്കുന്നത്. കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ വേണ്ടി ഇഫക്റ്റീവായിട്ട് ക്വാളിറ്റിയിലുള്ള പ്രോഡക്ട്സ് ആൻഡ് സർവീസുകൾ ചെയ്തുകൊണ്ട് ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഉദ്ദേശിക്കുന്ന ഒരു ജാപ്പനീസ് ടേം ആണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു കെയ്സൻ എന്ന് പറയുന്നത്. ഇതൊരു TQMന്റെ ഒരു കോർ പ്രിൻസിപ്പിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് എന്ന് പറയാൻ പറ്റും. ദെൻ സീറോ ഡിഫെക്ട്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അവരുടെ ബേസിക് എയിം എന്ന് പറഞ്ഞാൽ ടു എലിമിനേറ്റ് ദ എൻറ്റയർ ഡിഫെക്ട്സ്. മൊത്തം ഡിഫെക്ട്സിനെ എലിമിനേറ്റ് ചെയ്ത് ഡിഫെക്ട്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇറർ എന്ന് പറയുന്നത് സീറോ ആക്കുക. അതാണ് അവരുടെ ബേസിക് എയിം എന്ന് പറയുന്നത്. അതും എന്ത് തന്നെയാണ്? TQMന്റെ ഒരു ടെക്നിക്സ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്.
ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ടെക്നിക്സ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അതേതാണ് വരുന്നത്? ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. ഇതൊരു ടെക്നിക്സ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ TQM-നകത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ആണ്. ഒരിക്കലും അതിനൊരു ടെക്നിക്സ് ആയിട്ട് നമുക്കതിനെ എന്ന് വെച്ചാൽ ആ ഒരു ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഒരു ടെക്നിക്കായിട്ട് നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. TQM-ന്റെ ബേസിക്കലായിട്ട് വരുന്ന പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ 6 സിഗ്മയും അതുപോലെ ജാപ്പനീസ് വേർഡ് വരുന്ന കേസിൻസും അതുപോലെ 0 ഡിഫെക്ട്സ് പ്രോഗ്രാംസും ഒക്കെയാണ് ഒരു TQM-ന്റെ എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് വരുന്ന പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടെക്നിക്സ് അല്ലാത്തത് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് ഏതാണ് ഓപ്ഷൻ വരുന്നത്? എ ആണ്, ക്വാളിറ്റി മെഷർമെന്റ് ആണ് വരുന്നത്. ഓപ്ഷൻ എ, ക്വാളിറ്റി മെഷർമെന്റ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Which of the following is not a management function as given by Henry Fayol? ഹെൻറി ഫയോൾ കൊടുത്തിട്ടുള്ള മാനേജ്മെന്റ് ഫംഗ്ഷനിൽ വരാത്ത മാനേജ്മെന്റ് ഫംഗ്ഷൻ ഇതിനകത്ത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് ഒത്തിരിയും വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. പല രീതിയിൽ പല ഫോർമാറ്റിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഒത്തിരി എക്സാമിന്, കൊമേഴ്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒത്തിരി എക്സാമിന് ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹെൻറി ഫയോളിന്റെ മാനേജ്മെന്റ് ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ പറഞ്ഞേക്കുന്ന പ്ലാനിങ്, ഓപ്ഷൻ ബി ഓർഗനൈസിങ്, സി കൺട്രോളിങ് ആൻഡ് ഡി സ്റ്റാഫിങ്. നമ്മൾ ഇന്നതാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് നമുക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റത്തില്ല. ഓരോ മാനേജ്മെന്റ് സ്കോളേഴ്സ് അവരുടെ വ്യൂ പോയിന്റിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഹെൻറി ഫയോൾ പറഞ്ഞിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്, ലൂതർ ഗ്ലീക്ക് പറഞ്ഞിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്, FWT, അങ്ങനെ പല മാനേജ്മെന്റ് സ്കോളേഴ്സ് പല രീതിയിലാണ് ഈ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കോമൺ ആയിട്ട് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നതാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. അത് ഓരോ ഓതേഴ്സിന്റെ വ്യൂ പോയിന്റിൽ വരുമ്പോൾ ഈ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അത് ചിലത് എലിമിനേറ്റ് ചെയ്യാം, ചിലതിന്റെ കൂടെ ചിലപ്പോൾ ഈ 5 കൂടെ ഇടയ്ക്ക് വേറെ 2-3 കോൺസെപ്റ്റും കൂടെ ചേർന്ന് വരാം. അപ്പൊ ഇതിലെ ഹെൻറി ഫയോളിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഹെൻറി ഫയോളിന്റെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് നോക്കാം. എന്തൊക്കെയാണ്? ഒന്ന്, പ്ലാനിങ്. എന്താണ്? ഫ്യൂച്ചർ ആണ്. വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു എന്നുള്ള കാര്യം ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് വരുന്ന കോൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് പ്ലാനിങ് എന്ന് പറയും. ദെൻ രണ്ടാമത്തെ എന്താണ്? ഓർഗനൈസിങ്, അറേഞ്ചിങ് മെൻ, മെറ്റീരിയൽ, മണി, റിസോഴ്സസ് ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഇതിനടുത്ത് കമാൻഡിങ്, എന്താണ് സബോർഡിനേറ്റ്സ് എന്താ റൈറ്റ് ടു ഗിവ് അല്ലെങ്കിൽ പവർ ടു ഗിവ് ഓർഡർ കൊടുക്കാനുള്ള ഒരു പവർ അല്ലെ കമാൻഡ് ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റ്. ദെൻ കോഓർഡിനേറ്റിംഗ്, പോസിറ്റീവിലെ കോർഡിനേഷനിൽ ഒരു മെന്റൽ കോർഡിനേഷനിൽ ആക്ടിവിറ്റീസ് ക്യാരി ഡൗൺ ചെയ്യാം. ദെൻ അടുത്തത് എന്താണ്? കൺട്രോളിങ്. ഇത്രയുമാണ് ആരുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? ഇവിടെ ഹെൻറി ഫയോളിന്റെ ഫങ്ഷൻസ് ആയിട്ട് പറയാം. എന്തൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, ദെൻ അടുത്ത എന്താണ്? കമാൻഡിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ നോർമലി പറയുന്ന ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. ഏതൊക്കെയാ? പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഉണ്ട്. പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും പിന്നെ 3 ക്യൂബുകളാണ് വരുന്നത്. പി എന്ന് പറയുന്നത് പ്ലാനിങ്, ഒ എന്ന് പറയുന്ന ഓർഗനൈസിങ് ഉണ്ട്, സി എന്ന് പറയുന്ന കമാൻഡിങ് വരുന്നുണ്ട്, കോർഡിനേറ്റിംഗ് വരുന്നുണ്ട്, കൺട്രോളിങ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇല്ലാത്ത ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ കോമൺ ഫംഗ്ഷൻസ് പഠിക്കുന്നതിനകത്ത് ഇല്ലാതെ വരുന്ന ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? ഡയറക്റ്റിങ്ങും അതുപോലെ തന്നെ സ്റ്റാഫിങ്ങും. ആരുടെ കോൺട്രിബ്യൂഷനകത്തില്ല? നമ്മുടെ ഹെൻറി ഫയോളിന്റെ കോൺട്രിബ്യൂഷനകത്തില്ല. ഹെൻറി ഫയോളിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയുള്ളൂ? പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ്. ഇത്രയും മാത്രമാണ് ആരുടെ കോൺട്രിബ്യൂഷൻ? ഹെൻറി ഫയോളിന്റെ കോൺട്രിബ്യൂഷൻസ്. അല്ലാത്തത് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലാനിങ്ങും ഉണ്ട്, ഓർഗനൈസിങ്ങും ഉണ്ട്, സി ക്യൂബിനകത്ത് കമാൻഡിങ് ഉണ്ട്, ഓപ്ഷനെ തന്നിട്ടില്ല. പിന്നെ കോർഡിനേറ്റിംഗ് അത് ഓപ്ഷൻ തന്നിട്ടില്ല. പിന്നെ ഉള്ളത് എന്താണ്? കൺട്രോളിങ് അത് ഉണ്ട്. അപ്പൊ അല്ലാതെ വരുന്നത് ഏതേ ഉള്ളൂ? സ്റ്റാഫിംഗ് ആണ് വരുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? സ്റ്റാഫിംഗ് ആണ്. അതുപോലെ തന്നെ ഏതൊന്നും ഇല്ല ഈ ഹെൻറി ഫയോളിന്റെ ഫംഗ്ഷൻസിനകത്ത് നമ്മുടെ സ്റ്റാഫിങ്ങും അതുപോലെ തന്നെ എന്തുമില്ല, ഡയറക്റ്റിങ്ങും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതാണ് ഇൻക്ലൂഡ് ചെയ്യാത്തതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഹെൻറി ഫയോളിന്റെ ഫംഗ്ഷൻ. നമ്മുടെ ക്വസ്റ്റിന് ഹെൻറി ഫയോൾ കോൺട്രിബ്യൂട്ട് ചെയ്ത മാനേജ്മെന്റ് ഫംഗ്ഷൻ അല്ലാത്തത് ഐഡന്റിഫൈ ചെയ്യാനാണ്. അതേതാണ്? ഓപ്ഷൻ ഡി ആണ്. ഏത്? സ്റ്റാഫിംഗ് ആണ് വരുന്നത്. അതാണ് ഓപ്ഷൻ ഡി, സ്റ്റാഫിംഗ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫിക്സിങ് എ ഹയർ പ്രൈസ് ഇൻ ദ ഇനിഷ്യൽ സ്റ്റേജ്. നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു പ്രോഡക്ട്സിന്റെ
ഇനിഷ്യൽ സ്റ്റേജിൽ, അതായത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഒരു പ്രോഡക്ട്സിന് ഹൈ പ്രൈസ് ആണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്ക് അല്ലെങ്കിൽ ആ മാർക്കറ്റിംഗ് പ്രൈസിംഗ് സ്ട്രാറ്റജിക്ക് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മാർക്കറ്റ് പെനട്രേഷൻ, ഓപ്ഷൻ ബി മാർക്കറ്റ് സ്കിമ്മിങ്, ഓപ്ഷൻ സി ടാർഗറ്റ് റിട്ടേൺ ആൻഡ് ഓപ്ഷൻ ഡി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ, ഏത് ഏരിയാസിൽ നിന്നാണെന്നുള്ളത് മനസ്സിലായി. ഏതാണ്? മാർക്കറ്റിംഗ് മാനേജ്മെന്റിനകത്ത് പ്രൈസിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗത്ത് നിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം കോമൺ ആയിട്ട് നമ്മൾ പ്രൈസിംഗ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്ന രണ്ട് കോൺസെപ്റ്റുകളാണ്. ഒന്ന് പെനട്രേഷനും രണ്ട് സ്കിമ്മിങ്. ഈ രണ്ടെണ്ണമാണ് നമുക്ക് എപ്പോഴും കൺഫ്യൂസിങ് വരുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് ഇപ്പോഴേ എലിമിനേറ്റ് ചെയ്യാം. സിയും ഡിയും എന്തായാലും വരത്തില്ല. ഇനി സ്കിമ്മിങ് ആണോ പെനട്രേഷൻ ആണോ നമുക്ക് നോക്കി വെച്ചാൽ മതി. നമുക്ക് ആ 4 ഓപ്ഷൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത് നോക്കേ, മാർക്കറ്റ് പെനട്രേഷൻ. എന്താ ഈ മാർക്കറ്റ് പെനട്രേഷൻ എന്ന് പറഞ്ഞാൽ ലോവർ ഇനിഷ്യൽ പ്രൈസ് ക്വിക്ക്ലി ഗെയിൻ ദ മാർക്കറ്റ് ഷെയർ ആൻഡ് അട്രാക്ട് ലാർജ് കസ്റ്റമർ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ് മാർക്കറ്റ് പെനട്രേഷൻ എന്ന് പറഞ്ഞാൽ? പ്രോഡക്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ലോ പ്രൈസ് ആയിരിക്കും. ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഒന്ന് ഫെമിലിയർ ആയി, മാർക്കറ്റ് ഷെയർസ് ഒന്ന് ക്വിക്ക്ലി അറ്റൈൻ ചെയ്തു, എല്ലാ കസ്റ്റമേഴ്സ് ആ പ്രോഡക്ട്സ് ഒന്ന് പ്രിഫർ ആയി, അവർക്ക് മാക്സിമം പ്രോഫിറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ആ പ്രോഡക്ട്സിന്റെ പ്രൈസ് കുറഞ്ഞതിൽ നിന്ന് കൂട്ടുന്നൊരു സിറ്റുവേഷൻ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മാർക്കറ്റ് പെനട്രേഷൻ എന്ന് പറയും. ഇത് സ്കിമ്മിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും പ്രൈസ് സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ? സ്കിമ്മിങ്ങിന്റെ കേസിൽ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഹൈ പ്രൈസും ദെൻ അടുത്തടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ ആ പ്രൈസ് സ്കിമ്മ് ചെയ്യും, മീൻസ് സ്ക്രീം ഓഫ് ചെയ്യും, എന്ന് വെച്ചാൽ പ്രൈസ് റെഡ്യൂസ് ചെയ്യും. ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈസ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഇനിഷ്യൽ സ്റ്റേജിൽ പ്രോഡക്ട്സിന് ഹൈ പ്രൈസ് ആയിരിക്കും. ഗ്രാജുവലി, അതായത് മാക്സിമം ആ ഒരു ഏർലി അഡാപ്റ്റേഴ്സിന്റെ കേസസിൽ മാക്സിമം അതിന്റെ ഒരു ഇത് ആയി കഴിയുമ്പോൾ ആ പ്രോഡക്ട്സിന്റെ പ്രൈസ് എന്ത് ചെയ്യും? സ്ക്രീം ഓഫ് ചെയ്യും, അല്ലെങ്കിൽ സ്കിം ഓഫ് ചെയ്യും, മീൻസ് റെഡ്യൂസ് ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്കിമ്മിങ്, പ്രൈസ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. ദെൻ അടുത്തെയാണ് ടാർഗറ്റ് റിട്ടേൺ. എന്താ ഈ ടാർഗറ്റ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അവിടെ പ്രൈസിന്റെ അല്ല, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അതിൽ നിന്ന് നമുക്ക് എന്ത് റിട്ടേൺ കിട്ടണം, അതാണ് എന്തെന്ന് പറയുന്നത്? ടാർഗറ്റ് റിട്ടേൺ എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ എന്തിനെ സ്പെസിഫിക്കേഷൻ ചെയ്യുന്നില്ല, പ്രൈസിന് സ്പെസിഫിക്കേഷൻ ഇല്ല. ദെൻ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അതായത് എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് വന്നേക്കുന്ന ഒരു ഏരിയയാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. എന്താ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു പ്രോഡക്ട്സിന് തന്നെ പല കസ്റ്റമറിന്റെ കയ്യിൽ നിന്നും പല പ്രൈസ് ഈടാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അതിന് ഡിഗ്രി ഉണ്ട്, 1 ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, 2 ഡിഗ്രി, 2nd ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, 3rd ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അപ്പം അതാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റിന് പല കസ്റ്റമറിന്റെ കയ്യിൽ നിന്നും പല പ്രൈസ് ഈടാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇനിഷ്യൽ സ്റ്റേജിൽ ഹൈ പ്രൈസ്. അപ്പൊ നോക്കുക, ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ, അതായത് നമ്മുടെ ഇനിഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ലോ പ്രൈസും അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ ഹൈ പ്രൈസുമാണ് ഈടാക്കുന്നതെങ്കിൽ, ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ലോ പ്രൈസും ദെൻ ഗ്രാജുവലി അത് മാർക്കറ്റിൽ ഫെമിലിയർ ആയി മാർക്കറ്റ് ഷെയർസ് ഒക്കെ ഗെയിൻ ചെയ്തതിന് ശേഷം പ്രൈസ് കൂട്ടുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷന് പറയുന്ന പേരെന്താണ്? മാർക്കറ്റ് പെനട്രേഷൻ എന്നായിരിക്കും പറയുന്നത്. എന്താണ് മാർക്കറ്റ് പെനട്രേഷൻ? ഇനി ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഹൈ പ്രൈസും ദെൻ ഗ്രാജുവലി ആ പ്രോഡക്ട്സിന്റെ കേസ് വരുമ്പോൾ ലോ പ്രൈസുമാണ്, മീൻസ് സ്കിം ഓഫ് അല്ലെങ്കിൽ ക്രീം ഓഫ് ചെയ്യുക എന്നൊക്കെ ഓർത്തിച്ചാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരെന്തായിരിക്കും? സ്കിമ്മിങ് എന്നായിരിക്കും പറയുന്നത്. മനസ്സിലായോ? ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ലോ പ്രൈസും ഗ്രാജുവലി ഹൈ പ്രൈസും ആണെങ്കിൽ മാർക്കറ്റ് പെനട്രേഷൻ സ്ട്രാറ്റജി എന്നാണ് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ലോ പ്രൈസും ഗ്രാജുവലി ക്രീം ഓഫ് അല്ലെങ്കിൽ പ്രൈസ് കൂട്ടുവാണെന്നുണ്ടെങ്കിൽ, ഇൻക്രീസ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കേസ് എന്തുമായിരിക്കും വരുന്നത്? അതിന്റെ പ്രൈസ് കുറയുവാണെങ്കിൽ, ഗ്രാജുവലി അതിന്റെ പ്രൈസ് കുറയുവാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? സ്കിമ്മിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ
ഹൈ പ്രൈസ് ആണ് ഒരു പ്രോഡക്ട്സിന് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ, ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഹൈ പ്രൈസ് ആണ് ഒരു പ്രോഡക്ട്സിന് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? സ്കിമ്മിങ് പ്രൈസിങ് സ്ട്രാറ്റജി എന്നാണ് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഏതാ? മാർക്കറ്റ് സ്കിമ്മിങ് പ്രൈസിങ് സ്ട്രാറ്റജി. ഇനി ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ലോ പ്രൈസ്, ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ലോ പ്രൈസ് ആണെങ്കിൽ അതെന്താണ്? പെനട്രേഷനും. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഹൈ പ്രൈസ് ആണെങ്കിൽ അതെന്താണ്? സ്കിമ്മിങ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി, മാർക്കറ്റ് സ്കിമ്മിങ് പ്രൈസിങ് സ്ട്രാറ്റജി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രെഡിക്റ്റീവ് അനാലിസിസ്, കോൺജോയിന്റ് അനാലിസിസ്, ക്ലയന്റ് ഇന്റന്റ് സർവേ ആൻഡ് ഡെൽഫി മെത്തേഡ്സ് ആർ ദ മെത്തേഡ് ഓഫ് ഡാഷ്. നമ്മൾ കോമൺ ആയിട്ട് കേട്ടുള്ള ഒരു വാക്കാണ് ഡെൽഫി മെത്തേഡ്. ഇതെല്ലാം ഏത് മെത്തേഡ്സിന്റെ സബ് ഡിവിഷൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ഡിമാൻഡ് അനാലിസിസ്, അടുത്ത ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, അടുത്ത ഡിമാൻഡ് എസ്റ്റിമേഷൻ, ആൻഡ് ലാസ്റ്റ് എന്താ? ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി. നമുക്ക് ഇവിടുന്ന് ഒരു കോൺസെപ്റ്റ് എലിമിനേറ്റ് ചെയ്യാം. ഈ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയുള്ളൂ? പ്രൈസും, ഇൻകവും, ക്രോസും, അഡ്വർടൈസ്മെന്റും ഉള്ളൂ. അതിനകത്ത് എന്തില്ല? ഈ ഡെൽഫി മെത്തേഡും അല്ലെങ്കിൽ എന്താണ് പ്രെഡിക്റ്റീവ് അനാലിസിസും സർവേ മെത്തേഡും കൺസ്യൂമർ ക്ലിനിക് മെത്തേഡും ടെസ്റ്റിംഗ് മാർക്കറ്റിങ്ങും ഒന്നും വരുന്നില്ല. ഏതിനകത്ത്? നമ്മുടെ ആ ഒരു ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് എ പ്രോഡക്ട്സിനകത്ത് വരും. അപ്പോൾ നമുക്ക് ഏത് എലിമിനേറ്റ് ചെയ്യാം? ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യാം. പിന്നെ കൺഫ്യൂസിങ് വരുന്നത് ഓപ്ഷൻ ബിയും സിയും ഒരു കൺഫ്യൂസിങ് ആണ്. ഫോർകാസ്റ്റിംഗ് ആണോ എസ്റ്റിമേഷൻ ആണോ എന്ന് വരും. ദെൻ ഡിമാൻഡ് അനാലിസിസ് നമുക്ക് വേണമെങ്കിൽ ഒരു പരിധിക്ക് നിന്നുകൊണ്ട് എലിമിനേറ്റ് ചെയ്യാം. എങ്കിൽ നമുക്ക് ബാക്കി ഓപ്ഷൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഇതിനകത്ത് ഈ പ്രെഡിക്റ്റീവ് അനാലിസിസും അതുപോലെ ഡെൽഫി മെത്തേഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൽഫി മെത്തേഡ്സ് എന്നൊക്കെ പറയുന്നത് പ്രെഡിക്റ്റീവ് അനാലിസിസും ഡെൽഫി മെത്തേഡ്സും സർവേ മെത്തേഡ്സും കൺസ്യൂമർ ക്ലിനിക് മെത്തേഡ് അല്ലെങ്കിൽ കൺസ്യൂമർ എക്സ്പീരിയൻസ് മെത്തേഡ്, ടെസ്റ്റ് മാർക്കറ്റിംഗ്, കൺസ്യൂമർ ഒപ്പീനിയൻ മെത്തേഡ്, ഡയറക്റ്റ് ഇൻ്റർവ്യൂ മെത്തേഡ്, ഇതൊക്കെ എന്താണ്? ഇതിനെ എല്ലാം കൂടെ നമ്മൾ പറയുന്ന പേര് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ഡിമാൻഡ്, അതായത് ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉള്ള ആ പ്രോഡക്ട്സിന്റെ ഡിമാൻഡ് നമ്മൾ ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യുക, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. അതാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സുകളാണ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ മെത്തേഡുകൾ കാണും, അതുപോലെ ടെലഫോണിക് മെത്തേഡ് ആണ്, ക്വസ്റ്റിനെയർ കാണും, സർവേ മെത്തേഡ് ഉണ്ട്, പിന്നെ ഡയറക്റ്റ് ഒപ്പീനിയൻ മെത്തേഡ് ഉണ്ട്, കൺസ്യൂമർ എക്സ്പീരിയൻസ്ഡ് അപ്രോച്ചസ് ഉണ്ട്, ടെസ്റ്റ് മാർക്കറ്റിംഗ് ഉണ്ട്, കൺസ്യൂമർ ക്ലിനിക് ഉണ്ട്, ഡെൽഫി മെത്തേഡ്. ഇതെല്ലാം എന്തിൻ്റെ ടെക്നിക്സ് അല്ലെങ്കിൽ എന്ത് മെത്തേഡ്സ് ആണ്? ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിന്റെ മെത്തേഡ്സ് ആയിട്ടാണ് പറയുന്നത്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്തായിരിക്കും എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? ഒരു പ്രോഡക്ട്സിന്റെ ഫ്യൂച്ചർ ഡിമാൻഡ്, അതായത് ഹിസ്റ്റോറിക്കൽ ഡേറ്റാസിന്റെയും മാർക്കറ്റ് ട്രെൻഡ്സിന്റെയും കൺസ്യൂമർ ബിഹേവിയേഴ്സിന്റെ ഒക്കെ ബേസിസിൽ ആ പ്രോഡക്ട്സിൽ ഫ്യൂച്ചറിൽ ഇത്ര ഡിമാൻഡ് വരാം എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രെഡിക്റ്റീവ് അനാലിസിസും അതുപോലെ ജോയിന്റ് അനാലിസിസും ക്ലയന്റ് ഇന്റന്റ് സർവേയും ഡെൽഫി മെത്തേഡ്സും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഏത്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത്.